ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. എല്ലാ ഭക്തജനങ്ങൾക്കും ഭാഗവത കഥയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് 5-ാമത്തെ സ്കന്ധമാണ്. അതിലെ അഗ്നീന്ദ്രനും നാഭിയും 60-ാമത്തെ കഥയാണ്. പ്രിയവ്രതൻ രാജ്യം ഉപേക്ഷിച്ചു പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ പുത്രനായ അഗ്നീന്ദ്രൻ ജംബു ദ്വീപ് നിവാസികളെ സ്വന്തം സന്താനങ്ങളെപ്പോലെ പരിപാലിച്ചു. രാജാവ് ഒരിക്കൽ പുത്രഭാഗ്യം ലഭിക്കുന്നതിനു വേണ്ടി ദേവസ്ത്രീകളുടെ ക്രീഡാരംഗമായ മന്ദരപർവ്വതത്തിൻ്റെ താഴ്വരയിൽ എത്തിച്ചേർന്നു. അദ്ദേഹത്തിന് എങ്ങനെയെങ്കിലും ഒരു പുത്രനെ കിട്ടാനുള്ള ആഗ്രഹം. പ്രിയവ്രതൻ ബ്രഹ്മാവിനെ ധ്യാനിച്ച് ഏകാഗ്രതയോടെ തപസ്സാരംഭിച്ചു. ഈ വാർത്ത കേട്ട് ബ്രഹ്മാവ് അദ്ദേഹത്തിൻ്റെ ബ്രഹ്മസദസ്സിൽ പാടിക്കൊണ്ടിരുന്ന പൂർവചിത്തി എന്ന ഒരു അപ്സര സ്ത്രീയെ അഗ്നീന്ദ്രൻ്റെ അടുത്തേക്ക് അയച്ചു. ആ സുന്ദരി അദ്ദേഹം തപസ് ചെയ്യുന്ന ആശ്രമപ്രദേശത്തും പൂന്തോട്ടത്തിലും ചുറ്റി നടന്നു. അവളുടെ കാൽച്ചിലമ്പുകളുടെ മധുരശബ്ദം കേട്ട രാജകുമാരൻ സമാധി കൊണ്ടടഞ്ഞ കണ്ണുകൾ തെല്ലൊന്ന് തുറന്നു. ആരെയും മയക്കുന്നൊരു സുന്ദരിയായിരുന്നു അത്. പുഷ്പം മണപ്പിച്ചു നിൽക്കുന്നത് കണ്ടപ്പോൾ രാജാവ് ആകൃഷ്ടനായി. അവളുടെ മധുരശബ്ദങ്ങളും കാമാവേശമുണർത്തുന്ന കടാക്ഷങ്ങളും അഗ്നീന്ദ്രനെ വശീകരിച്ചു. അങ്ങനെ ഇവർ രണ്ടുപേരും വളരെയധികം അടുത്തു. തപസ്വിയുടെ ശരീര സൗന്ദര്യത്തിൽ അവൾ മയങ്ങി. അവൾക്ക് അദ്ദേഹമില്ലാണ്ട് ജീവിക്കാൻ വയ്യാത്ത ഒരു ഘട്ടത്തിലെത്തി. അവളുടെ മനസ്സും ദൃഷ്ടിയും കുമാരനിൽ നിന്ന് വിട്ടുമാറുന്നേയില്ല. അവൾ എന്ത് പ്രവർത്തിക്കുന്നതിനും എവിടേക്ക് അദ്ദേഹത്തിൻ്റെ കൂടെ പോകുന്നതിനും തയ്യാറാണെന്ന് കുമാരനെ അറിയിച്ചു. അവൾ ആസക്തചിത്തയായി അഗ്നീന്ദ്രനെ ഭർത്താവായി സ്വീകരിച്ചു. അങ്ങനെ രണ്ടുപേരും ജംബദ്വീപിൽ വളരെ കാലം ദിവ്യസുഖങ്ങൾ അനുഭവിച്ചുകൊണ്ട് ജീവിച്ചു. അവർക്ക് ഒരുപാട് പുത്രന്മാരുണ്ടായി. അവർക്ക് നാഭി, കിംപുരുഷൻ, ഹരിവർഷൻ, നിലാവൃതൻ, രമ്യകൻ, ഹിരൺമയൻ, കുരു, ഭദ്രാശ്വൻ, കേശുമാലൻ, കേതുമാലൻ എന്നിങ്ങനെ 9 പുത്രന്മാർ ജനിച്ചു. അതിനുശേഷം അപ്സരസ് ഭർത്താവിനെ വിട്ട് ബ്രഹ്മാവിനെ സേവിച്ച് കാലം കഴിച്ചു. ഭോഗങ്ങളിൽ നിന്ന് അതൃപ്തനായ അഗ്നീന്ദ്ര രാജാവ് വേദോക്ത കർമ്മങ്ങൾ ചെയ്ത് അപ്സരസിനെ സദാ ചിന്തിച്ച് അവളുടെ ലോകം പ്രാപിച്ചു. ആ ലോകത്ത് അവർ പിതൃക്കളോടൊപ്പം സന്തോഷത്തോടെ കഴിഞ്ഞു. അഗ്നീന്ദ്രപുത്രന്മാരെല്ലാം വളരെ പ്രബലരായിരുന്നു. അവർ പിതാവ് ഭാഗിച്ചു കൊടുത്ത രാജ്യം വളരെ കാലം ഭരിച്ച് സുഖിച്ചുവാണു. പിതാവ് മരിച്ച ശേഷം അവർ 9 പേരും മേരുവിൻ്റെ പുത്രിമാരായ മേരുദേവി, പ്രതിരൂപ, ഉഗ്രദംഷ്ടി, ലത, രമ്യ, ശ്യാമ, നാരി, ഭദ്ര, ദേവവീതി എന്നിവരെ യഥാക്രമം വരിച്ചു. പുത്രനുണ്ടാകുവാൻ ആശിച്ച് നാഭി മേരുദേവിയോടൊരുമിച്ച് യജ്ഞമൂർത്തിയായ ഭഗവാനെ ഏകാഗ്രചിത്തനായി ഭജിച്ചു. ഭക്തവത്സനായ ഭഗവാന്റെ സുന്ദരരൂപം അവരുടെ മുമ്പിൽ ആവിർഭവിച്ചു. ചതുർഭുജനും തേജോമയനുമായ ഭഗവാൻ ശംഖം, ചക്രം, ഗദ, പത്മം ധരിച്ച് ദിവ്യാഭരണങ്ങൾ അണിഞ്ഞ് ശോഭിച്ചു. ഹൃദിക്കുകളും സദസ്യരും യജമാനനും നിർധനനുമെല്ലാം തലതാഴ്ത്തി ഭഗവാനെ വന്ദിച്ച് വാഴ്ത്തി സ്തുതിച്ചു. അങ്ങ് ഭൃത്യന്മാരായ ഞങ്ങളുടെ പൂജ വീണ്ടും വീണ്ടും സ്വീകരിക്കാൻ അർഹനാകുന്നു. അവിടുന്ന് അതുകൊണ്ട് സന്തോഷിക്കുന്നു. അങ്ങയുടെ സ്വരൂപം വർണ്ണിക്കാനോ ആകൃതി നിരൂപണം ചെയ്ത് സ്തുതിക്കാനോ ഞങ്ങൾ ശക്തരല്ല. നമസ്കാരം പറയാൻ മാത്രമേ ഞങ്ങളെക്കൊണ്ടാകൂ. ഭക്തിയാണ് പ്രധാനം. അല്ലെങ്കിൽ യജ്ഞം ചെയ്താലും ഒരു ഫലവുമില്ല. അത് സകാമന്മാരുടെ ഒരു ആരാധനാ സമ്പ്രദായം മാത്രമാണ്. അല്ലാതെ സർവപുരുഷാർത്ഥരൂപനായ ഭഗവാന് യജ്ഞാദികൾ കൊണ്ട് എന്ത് കാര്യം? ഞങ്ങൾ ബാലിശരും ജീവിത ലക്ഷ്യം അറിയാത്തവരുമാണ്. എന്നിട്ടും അവിടുന്ന് ദർശനം തന്നുവല്ലോ, അതുതന്നെ വലിയ കാര്യം. ജ്ഞാനാഗ്നിയിൽ സർവമാലിന്യവും ദശിപ്പിച്ച ആത്മാരാമന്മാർക്ക് ആരാധ്യനായ അങ്ങ് ഞങ്ങളെ കൈവിടരുത്. ഞങ്ങളെ വിശപ്പിൽ നിന്നും മരണത്തിൽ നിന്നും രോഗങ്ങളിൽ നിന്നും രക്ഷിക്കണം. ഞങ്ങൾക്ക് തളർച്ച കൂടാതെ അങ്ങയുടെ തിരുനാമങ്ങൾ ചൊല്ലി സ്തുതിക്കുവാൻ ശക്തി നൽകണം. ഞാനും പത്നിയും അവിടത്തെ പോലെയുള്ളൊരു പുത്രനെ ആഗ്രഹിച്ചുകൊണ്ട് അങ്ങയെ ശരണം പ്രാപിക്കുന്നു. ഞങ്ങളുടെ അപരാധങ്ങൾ ക്ഷമിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് അദ്ദേഹം ഭഗവാനോട് പറഞ്ഞു. ഭക്തന്റെ പ്രാർത്ഥന ഭഗവാനെ അത്ഭുതപ്പെടുത്തി. രാജർഷി അഭിവാദ്യം ചെയ്തു. വരിക്കപ്പെട്ട ഹൃദിക്കുകൾ ഭഗവാനെ പൂജിച്ചു. അതിനിടയിൽ ഭഗവാൻ അരുൾ ചെയ്തു: ഭക്തന്മാരെ, ഋഷീശ്വരന്മാരെ, എനിക്ക് തുല്യനായ പുത്രനുണ്ടാകണമെന്ന വരം അതീവ ദുർലഭമാകുന്നു. എനിക്ക് തുല്യൻ ഞാൻ മാത്രമാണ്. എന്നാലും വേദജ്ഞരുടെ വാക്ക് മിഥ്യയാകരുതല്ലോ. കാരണം ബ്രാഹ്മണകുലം എൻ്റെ മുഖമാകുന്നു. അഗ്നിപുത്രനായ നാഭിയിൽ എനിക്ക് തുല്യനായി മറ്റാരെയും കാണാഞ്ഞതിനാൽ എൻ്റെ ഒരംശം കൊണ്ട് ഞാൻ അവതരിക്കുന്നതാണ്. ഭഗവാൻ ഇത്രയും പറഞ്ഞ് നാഭി മേരു ദമ്പതികൾ കേട്ടുകൊണ്ടിരിക്കെ തന്നെ അവിടെ നിന്നും അന്തർധാനം ചെയ്തു.
യജ്ഞം അവസാനിപ്പിച്ച് ഋഷിവര്യന്മാരുടെ നിസ്വാർത്ഥമായ കർമാനുഷ്ഠാനത്താൽ ഭഗവാൻ അതീവ സംപ്രീതനായി എല്ലാവരെയും അനുഗ്രഹിച്ചു. നാഭിയുടെ അന്തപുരത്തിൽ ദിവ്യശോഭ പരന്നു. പത്നിയായ മേരുദേവിയിൽ ദിഗംബരരും മഹാതപസ്വികളും നിത്യബ്രഹ്മചാരികളുമായ മുനീശ്വരന്മാരുടെ ധർമ്മങ്ങളെ പ്രകാശിപ്പിക്കുവാൻ ആഗ്രഹിച്ച് വിശുദ്ധ സത്വസ്വരൂപനായി ഭഗവാൻ അംശാവതാരം ചെയ്തു. ജന്മനാ തന്നെ ശിശുവിൻ്റെ പാദങ്ങളിൽ ഈശ്വരൻ്റെ അസാധാരണ ചിഹ്നങ്ങളായ വജ്രം, അങ്കുശം മുതലായവ ദർശിക്കുവാൻ കഴിഞ്ഞു. രാജകൊട്ടാരത്തിൽ ആനന്ദം പൂത്തുലഞ്ഞു. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഇനി അടുത്തൊരു കഥയുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരെ എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. സർവം കൃഷ്ണാർപ്പണമസ്തു. ഹരേ കൃഷ്ണ.